ജപ്പാനിൽ വന്ന ശേഷമാണ് ഞാൻ ഈ കൊഴുക്കട്ട ശനിയൊക്കെ കേട്ടു തുടങ്ങിയത്. അതിന് കാരണം എൻ്റെ നാടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ഈ കൊഴുക്കട്ട ശനിയൊന്നും ഞങ്ങളുടെ ചെറുപ്പത്തിലില്ലായിരുന്നേ. എന്നാൽ ഇപ്പൊ അതും ആയി തുടങ്ങിയെന്നാ കേട്ടത്. അന്നൊക്കെ എപ്പോൾ കൊഴുക്കട്ട തിന്നണമെന്ന് തോന്നുന്നോ അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. എന്നാൽ ജപ്പാനിൽ വന്ന ശേഷമാണ് ഈ പല നാട്ടിലും പല രീതികളുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കൊഴുക്കട്ട ശനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് മടി വരുന്നത് എന്നറിയാവോ? ഇവിടുത്തെ ജാപ്പനീസ് റൈസ് ഭയങ്കര സ്റ്റിക്കിയാണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയും ഭയങ്കര സ്റ്റിക്കിയാണ്, ഇങ്ങനെ ഒട്ടിയൊട്ടിയിരിക്കും. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവാറില്ല. ഇത് ഞാൻ അരിപ്പൊടി വറുത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വിധത്തിൽ ഒപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കണമല്ലോ. കുറച്ച് പേര് കൊഴുക്കട്ട കഴിക്കാനും വന്നിട്ടുണ്ട്. ആളെ എണ്ണി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളേ. അടുത്ത പ്രാവശ്യമായിട്ട് ഗംഭീരമാക്കാം.